നമസ്തേ ദോസ്തോ, ഹിന്ദി വേൾഡ് में आप सबका स्वागत है. അപ്പോൾ ഇന്നത്തെ വീഡിയോയിലോട്ട് കടന്നാലോ. ഇതിൽ ഛായാവാദി കവിയായ നിരാലയെ കുറിച്ചാണ് നമ്മളിന്ന് ക്ലാസ് എടുക്കുന്നത്. ഇതിൽ അദ്ദേഹത്തെക്കുറിച്ച് വേണ്ട കുറേ കാര്യം ഡിസ്കസ് ചെയ്യുന്നുണ്ട്. പിന്നെ ഇതിൽ ഞാൻ എല്ലാം ടൈപ്പ് ചെയ്തിട്ടില്ല, അതുകൊണ്ട് ക്ലാസ് കേട്ടിരിക്കുക, പറ്റുമെങ്കിൽ എഴുതിയെടുക്കുക. അദ്ദേഹം ജനിച്ചത് 1896 മഹിഷാദൽ, പശ്ചിമ ബംഗാളിൽ. പിന്നെ അദ്ദേഹത്തിൻ്റെ പ്രഥമ കവിത എന്ന് പറയുന്നത് ജൂഹി കി കലിയാണ്. പിന്നെ ഉപന്യാസങ്ങൾ അപ്സര, അൽക്ക, പ്രഭാവതി, നിരുപമ, ചോട്ടി കി പക്കഡ്, കാലെ കാർനാമെ, അങ്ങനെ ഒരുപാടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ കഹാനി എന്ന് പറയുന്നത് ചതുരി ചമാർ, സുഗുൽ കി ബീവി, അതൊക്കെയാണ്. പിന്നെ നിബന്ധമായിട്ടുള്ളത് പ്രബന്ധ് പ്രതിമ, പ്രബന്ധ് പത്മ, പ്രബന്ധ് പരിചയ്, ചാബുക് എന്നിവ. അദ്ദേഹത്തിൻ്റെ അനുവാദ് കുറേ രചനകളുടെ അദ്ദേഹം നടത്തിയിട്ടുണ്ട്. അതിൽ വിവേകാനന്ദ കെ ഭാഷൺ, ദേവി ചൗധരാണി, ആനന്ദ് മഠ്, പിന്നെ രാംചരിതമാനസിൻ്റെ ബാൽകാണ്ട്, അതൊക്കെ വരുന്നുണ്ട്. പിന്നെ നിരാലയുടെ പത്രിക നമുക്ക് എല്ലാവർക്കും അറിയായിരിക്കും, മത്വാല ആണ്. നിരാലയുടെ വാസ്തവിക നാമമായിട്ട് പറയുന്നത് സൂര്യകുമാറാണ്. ഇനി നിരാലയ്ക്ക് ആരാണ് ഈ മഹാപ്രാൺ എന്നുള്ള പേര് നൽകിയത്? അല്ലേ, നമുക്കറിയാം മഹാപ്രാൺ എന്നറിയപ്പെടുന്നത് നിരാലയാണ്. ആ പേര് നൽകിയത് ഗംഗാ പ്രസാദ് പാണ്ഡെയാണ്. പിന്നെ പറയാനുള്ള കാര്യം, നിരാലയെ കുറിച്ചുള്ള ജീവനിയുണ്ട്. നിരാല കി ആത്മകഥ എന്ന് പറയുന്നത് ഒരു ജീവനിയാണ്. അതെഴുതിയത് സൂര്യപ്രകാശ് ദീക്ഷിത്താണ്. പിന്നെ നമുക്കറിയാം ഫേമസ് ആയിട്ടുള്ള ഒരു ആലോചനാത്മക കൃതി ഉണ്ടല്ലോ അല്ലേ, നിരാല കി സാഹിത്യ സാധന. അതെഴുതിയത് രാംവിലാസ് ശർമ്മയാണ്. ഇതിൽ മെയിനായിട്ട് അതിൻ്റെ 3 പാർട്ടാണ് ഉള്ളത്. നിരാലയെ കുറിച്ച് നമുക്കറിയാം, അദ്ദേഹം മുക്തചന്ദ് കെ കവിയാണ്. അപ്പോൾ മഹാവീർ പ്രസാദ് ദ്വിവേദി നിരാലയുടെ ഈ മുക്തചന്ദിനെ റബ്ബർ ചന്ദ് ഓർ കേഞ്ചുവ ചന്ദ് എന്ന് വിളിച്ചിട്ടുണ്ട്. പിന്നെ അദ്ദേഹത്തിൻ്റെ ഫേമസ് ആയിട്ടുള്ള രചനകൾ നോക്കുകയാണെങ്കിൽ അതിൽ രാം കി ശക്തി പൂജ അദ്ദേഹത്തിൻ്റെ ഏത് രചനയിലാണ് സങ്കലിതമായിട്ടുള്ളതെന്ന് വെച്ചാൽ അനാമികയിലാണ്. അനാമിക എന്ന് പറയുന്ന കളക്ഷനിലാണ് രാം കി ശക്തി പൂജ ഉള്ളത്. ഇത് രാം കി ശക്തി പൂജ ആദ്യമായിട്ട് പ്രകാശിതമായത് ഭാരതമിത്ര എന്ന് പറയുന്ന പത്രികയിലായിരുന്നു. പിന്നെ നിരാല എഴുതിയ സരോജ സ്മൃതി, ആ ശോകഗീത് അനാമിക എന്ന് പറയുന്ന കളക്ഷനിൽ തന്നെയാണ് സങ്കലിതമായിട്ടുള്ളത്. പിന്നെ നമുക്കറിയാം നിരാലയുടെ ആദ്യത്തെ കവിത എന്ന് പറയുന്നത് ജൂഹി കി കലിയാണ്. അതുമായി സംബന്ധിച്ച് ഉള്ള ഇൻസിഡൻറ്റ് നിങ്ങൾ കേട്ട് കാണും. നിരാലയുടെ ജൂഹി കി കലിയിൽ അശ്ലീലതയുടെ ആരോപ് ഉന്നയിച്ചുകൊണ്ട് മഹാവീർ പ്രസാദ് ദ്വിവേദി സരസ്വതി പത്രികയിൽ അതിനെ പബ്ലിഷ് ചെയ്യാൻ സമ്മതിച്ചില്ലായിരുന്നു. അതൊക്കെ നിങ്ങൾ പഠിക്കുന്ന സമയത്ത് കേട്ട് കാണും. നിരാലയുടെ പ്രഥമ ഉപന്യാസം എന്ന് പറയുന്നത് അപ്സരയാണ്. പിന്നെ അത് 1931 അതിൻ്റെ പബ്ലിഷിംഗ് ഇയർ. പിന്നെ നിരാലയുടെ രാം കി ശക്തി പൂജയിൽ ദേശി ലഹജെ കെ ശബ്ദോं का പ്രയോഗ് നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ രാം കി ശക്തി പൂജയിൽ ഈ പറഞ്ഞ പോലെ തത്സം സാമാസിക പദാവലി ഏവം ധ്വന്യാത്മക ബിംബോं से യുക്ത കവിത എന്നും പറയാറുണ്ട്. മഹാപ്രാൺ നിരാല എന്ന് പറയുന്ന ആലോചനാത്മക പുസ്തകം എഴുതിയത് ഗംഗാ പ്രസാദ് പാണ്ഡെയാണ്. മഹാപ്രാൺ ആര് പേര് നൽകിയെന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു, എങ്കിലും ഒന്നും കൂടെ പറഞ്ഞു എന്നേ ഉള്ളൂ. പിന്നെ ഛായാവാദ് കാ രുദ്ര എന്നറിയപ്പെടുന്നത് നിരാലയാണ്.
പിന്നെ രാംവിലാസ് ശർമ്മ നിരാലേനെ ഓജോർ ഔദ്യാത്തികെ കവി എന്ന് പറഞ്ഞിട്ടുണ്ട്. അതേപോലെ തന്നെ രാംവിലാസ് ശർമ്മയ്ക്ക് അനുസാർ അദ്ദേഹത്തിൻ്റെ അഭിപ്രായത്തിൽ നിരാലയുടെ പ്രഥമ കവിത എന്ന് പറയുന്നത് ഭാരത് മാതാ കി വന്ദന എന്ന് പറയുന്ന കവിതയാണ്. നിരാല തൻ്റെ ആധ്യാത്മിക ഗുരുവായിട്ട് പറയുന്നത് സ്വാമി വിവേകാനന്ദനെയാണ്. പിന്നെ നയേ കവിയോ ക ഗോരഖ്നാഥ് എന്നും നിരാല അറിയപ്പെടുന്നുണ്ട്. പിന്നെ നിരാല തൻ്റെ കാവ്യപുസ്തകമായ ഗീതികയുടെ ഭൂമികയിൽ എഴുതിയിട്ടുണ്ട്. मैंने हिंदी अपनी धर्मपत्नी के सानिध्य में और सरस्वती पत्रिका की पंक्तियाँ पढ़कर सीखा എന്ന് പറയുന്നുണ്ട് അദ്ദേഹം. നിരാലയുടെ പ്രഥമ കാവ്യസംഗ്രഹം ഏതാണെന്ന് ചോദിച്ചാൽ അത് അനാമികയാണ്. 1923 പബ്ലിഷ് ആയിട്ടുള്ളത്. പിന്നെ ആദ്യ കവിത നമുക്കറിയാം ജൂഹി കി കലിയാണ്. അത് സങ്കലിതമായിട്ടുള്ളത് പരിമളിലാണ്. അതേപോലെ ബാദൽരാഗ് കവിതയും പരിമൾ കാവ്യസംഗ്രഹയിലാണ് സങ്കലിതമായിട്ടുള്ളത്. പിന്നെ രാം കി ശക്തി പൂജനെ കുറിച്ച് നമ്മൾ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെ എക്സ്ട്രാ ആയിട്ട് ഇത് ഏതിനെ അടിസ്ഥാനപ്പെടുത്തിയാന്ന് വെച്ചാൽ കൃതിവാസ് ബംഗള രാമായണൻ്റെ പ്രഭാവം അതിൽ നമുക്ക് കാണാനായിട്ട് കഴിയും. പിന്നെ നിരാല പറഞ്ഞത് മേനെ മേ ശൈലി അപ്നായ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. പിന്നെ നിരാലയുടെ കാവ്യസംഗ്രഹങ്ങളുടെ ഓർഡർ എന്ന് പറഞ്ഞാൽ അപ്പോൾ അദ്ദേഹത്തിൻ്റെ സാധാരണ എക്സാംസിന് ചോദിക്കാനുള്ള സാധ്യതയുള്ള മെയിൻ രചനകളുടെ ഓർഡേഴ്സ് നമുക്ക് നോക്കാം. ആദ്യം അനാമിക, പിന്നെ പരിമൾ, പിന്നെ ഗീതിക, പിന്നെ തുളസീദാസ്. അങ്ങനെയാണ് മെയിനായിട്ട് ഓർഡർ വരിക. പിന്നെ അദ്ദേഹത്തിൻ്റെ ഉപന്യാസം നോക്കുകയാണെങ്കിൽ വേശ്യാ സമസ്യയായിട്ട് ബന്ധപ്പെട്ട ഉപന്യാസം എന്ന് പറയുന്നതാണ് അപ്സര. അതേപോലെ ബേക്കാരി സമസ്യയുമായി ബന്ധപ്പെട്ട ഉപന്യാസമാണ് നിരുപമ. ഉപന്യാസത്തിൻ്റെ ഓർഡർ പറയുകയാണെങ്കിൽ ആദ്യം അപ്സര, പിന്നെ അൽക്ക, പിന്നെ നിരുപമ, പിന്നീട് പ്രഭാവതി, പിന്നീട് ചമേലി. ആ ഒരു ഓർഡറിലാണ് ഉപന്യാസങ്ങൾ വരുന്നത്. അപ്പോൾ അത്യാവശ്യം കാര്യങ്ങൾ ഞാനിതിൽ ഉൾക്കൊള്ളിക്കാൻ ശ്രമിച്ചിട്ടുണ്ട്. ഇനി അടുത്ത വിഷയമായി അടുത്ത ക്ലാസ്സുമായിട്ട് ഉടനെ വരാം. നിങ്ങൾക്ക് എല്ലാവർക്കും ഏതെങ്കിലും ഒരു പ്രത്യേക ടോപ്പിക്ക് ക്ലാസ് വേണമെന്നുണ്ടെങ്കിൽ അത് കമൻറ്റ് ചെയ്യാം. അപ്പോൾ അതിനനുസരിച്ച് ക്ലാസ് ചെയ്യാൻ വേണ്ടിയാണ്. അപ്പോൾ നമ്മുടെ വീഡിയോ ഇഷ്ടമായെങ്കിൽ നിങ്ങൾക്ക് ഹെൽപ്ഫുള്ളാണെങ്കിൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റ് പരിചയക്കാർക്കെല്ലാം ഷെയർ ചെയ്യുക.